ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നിമിഷപ്രിയയുടെ കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ നിമിഷപ്രിയയ്ക്ക് ഈ ഒരു ലോകത്ത് ജീവിക്കാനുള്ള അവസരമുള്ളൂ. അതായത് വെറും 3 ദിവസങ്ങൾ മാത്രം. ഈ ജൂലൈ 16-ാം തീയതിയാണ് നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാൻ വേണ്ടി യമൻ കോടതി വിധിച്ചിട്ടുള്ളത്. എല്ലാവരും ആ ഒരു വധശിക്ഷയ്ക്കുള്ള ആ ഒരു വിധി മാറി വരണമേ എന്നുള്ള പ്രാർത്ഥനയിലാണ് കേരളത്തിലെ ജനങ്ങളും നിമിഷപ്രിയയുടെ കുടുംബത്തോടൊപ്പം. ആ ഒരു പ്രാർത്ഥനയിൽ മാത്രമാണ് എല്ലാ ജനങ്ങളും ഇന്ന് ഉള്ളത്. യഥാർത്ഥത്തിൽ ഇത് മനഃപൂർവ്വം ഒരു കൊലപാതകം ചെയ്തത് അല്ല എന്ന് നമുക്ക് എല്ലാവർക്കും ഇന്നറിയാം. 2017 ഒരു പുലർച്ചയിൽ നിമിഷപ്രിയയുടെ അമ്മയുടെ കയ്യിലെത്തിയ ഒരു ന്യൂസ് പേപ്പറിലെ ന്യൂസ് കണ്ട് അവർ ഞെട്ടിത്തരിച്ചു പോവുകയാണ് ചെയ്തത്. അതായത് യമനിൽ നേഴ്സായി ജോലി ചെയ്യുന്ന തൻ്റെ മകൾ നിമിഷപ്രിയ തൻ്റെ ഭർത്താവിനെ കൊന്ന് അതിക്രൂരമായിട്ട് വെട്ടി കഷ്ണങ്ങളാക്കി വാട്ടർ ടാങ്കിലിട്ട് നിമിഷപ്രിയയും കൂട്ടുകാരിയും അവിടെ നിന്ന് കടന്നു കളഞ്ഞു എന്ന ന്യൂസാണ് ഒരു സുപ്രഭാതത്തിൽ ആ അമ്മയെ തേടിയെത്തിയത്. നാട്ടിലുണ്ടായിരുന്ന ഭർത്താവും മകനും ഈ ഒരു ന്യൂസ് അറിഞ്ഞു. അവരും നെറ്റിത്തരിക്കുകയാണ് ചെയ്തത്. എങ്ങനെ നിമിഷപ്രിയയ്ക്ക് യമനിലൊരു ഭർത്താവും ആ ഭർത്താവിനെ എന്തിന് നിമിഷപ്രിയെ കൊന്നു എന്നതും ഒരു ചോദ്യചിഹ്നമായി അവരുടെ മുന്നിൽ വന്നു. ഒരു പത്രത്തിൽ മാത്രമല്ല, എല്ലാ ഓൺലൈൻ മീഡിയകളിലും TV ചാനലുകളിലും എല്ലാം ഇതായിരുന്നു ഹോട്ട് ന്യൂസ് ആയിട്ട് വന്നിരുന്നത്. സ്വന്തം ഭർത്താവിനെ വെട്ടിനുറുക്കി കഷ്ണങ്ങളാക്കി കൊന്നുകളഞ്ഞ് ഭാര്യ കടന്നു കളഞ്ഞു എന്നിട്ടുള്ള ന്യൂസാണ് എല്ലാ ഓൺലൈൻ മീഡിയകളിലും. എവിടെയും നോക്കിയാലും ഈ ഒരു നിമിഷപ്രിയയുടെ കാര്യം മാത്രമായിരുന്നു അന്നത്തെ ന്യൂസുകളിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ഈ നിമിഷപ്രിയയുടെ ഭർത്താവായ ടോമി തോമസും കുഞ്ഞും വർഷങ്ങളായിട്ട് നാട്ടിൽ തന്നെയാണ് ഉണ്ടായിരുന്നത്. നിമിഷപ്രിയ മാത്രമാണ് യമനിൽ നേഴ്സായിട്ട് ജോലി ചെയ്തിരുന്നത്. 2015 നിമിഷപ്രിയ യമനിൽ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു നേഴ്സായിരുന്ന നിമിഷപ്രിയ അവിടെ നിന്നും വർക്കും കാര്യങ്ങളും എല്ലാം പഠിച്ചു കഴിഞ്ഞപ്പം തനിക്കും അവിടെ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്താൽ അതൊരു നല്ല സാമ്പത്തിക ലാഭം ഉണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ വളരെ വ്യക്തമായിരുന്നു. പക്ഷേ അവിടെ തനിക്കൊരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അതിൻ്റെതായ പിൻബലം വേണമെന്നറിഞ്ഞുകൊണ്ട് ഈ ഒരു കൊല്ലപ്പെട്ട തലാൽ എന്ന വ്യക്തിയെ സ്പോൺസറാക്കി നിർത്തിക്കൊണ്ടാണ് ഈ നിമിഷപ്രിയ ഈ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. തലാൽ ശരിക്കും ഒരു തുണിക്കടയുടെ ഓണർ ആയിരുന്നു. അത്യാവശ്യം കാശും പിൻബലവുമല്ല ഒരാളായിരുന്നു ഈ ഒരു തലാല്. അപ്പൊ തലാലിനെ സ്പോൺസറായി കിട്ടിയാൽ എന്തുകൊണ്ടും നല്ലതായിരിക്കും എന്നുള്ളത് നിമിഷപ്രിയയ്ക്ക് നല്ല രീതിയിൽ അറിയാമായിരുന്നു. വളരെ ബിസിനസ് മൈൻഡുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. അങ്ങനെ നിമിഷപ്രിയ യമനിൽ ഒരു ക്ലിനിക്ക് സ്റ്റാർട്ട് ചെയ്തു. ആ ഒരു ക്ലിനിക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോവുകയും നല്ല സാമ്പത്തിക ലാഭം അതിൽ നിന്ന് ഉണ്ടാവുകയും ചെയ്തു. ഇതിനിടയിൽ ഈ ഒരു തലാലുമായിട്ട് നിമിഷപ്രിയ കേരളത്തിൽ വരികയും തൻ്റെ ഭർത്താവിൻ്റെയും കുഞ്ഞിൻ്റെയും അടുത്ത് വരികയും അതും തലാലിനെ കൂട്ടിക്കൊണ്ടുവരികയും ഈ ഒരു ഭർത്താവ് തന്നെ തലാലിനെ കേരളത്തിലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ചുറ്റി കാണിച്ചുകൊണ്ട് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ഒരു നല്ല രീതിയിലുള്ള ബന്ധമായിരുന്നു. എന്നിട്ട് തിരിച്ച് നിമിഷപ്രിയയും തലാലും യമനിലേക്ക് തന്നെ തിരിച്ചു പോവുകയും അവരുടെ ക്ലിനിക്കുമായിട്ട് മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഒരു ക്ലിനിക്കിൻ്റെ നല്ല രീതിയിലുള്ള ഈ ഒരു വരുമാനം കണ്ട് തലാൽ വിചാരിച്ചു, തലാലിൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു, ഈ ഒരു ക്ലിനിക്ക് തനിക്ക് സ്വന്തമായി കിട്ടിയിരുന്നെങ്കിൽ അത്രയും സാമ്പത്തിക ലാഭം തനിക്ക് കിട്ടുമായിരുന്നു എന്നുള്ള ഒരു ചിന്ത തലാലിൽ ഉണരുകയാണ്. തലാലിൽ ഉണ്ടായിരുന്ന ഈ ഒരു ചിന്ത, അതായത് ക്ലിനിക്ക് എങ്ങനെയും തനിക്ക് വേണം, അല്ലെങ്കിൽ ക്ലിനിക്കിൻ്റെ ഭൂരിഭാഗവും ഷെയറും തനിക്ക് വേണം, സാമ്പത്തിക നേട്ടങ്ങളെല്ലാം തനിക്ക് തന്നെ വരണം എന്നുള്ള ഒരു രീതിയിലുള്ള ഈ ഒരു ചിന്താഗതിയാണ് ഇത്രയും പ്രശ്നങ്ങൾ വന്നെത്താനും തലാലിൻ്റെ മരണത്തിന് കാരണമാവുകയും ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം വളരെ വൈകിയാണ് നിമിഷപ്രിയയുടെ വീട്ടുകാരും ഭർത്താവും അറിയുന്നത്. കാരണം നിമിഷപ്രിയയെ കോണ്ടാക്ട് ചെയ്യാനായിട്ട് ഇവർ നാട്ടിൽ നിന്ന് പല വഴികളും ശ്രമിച്ചെങ്കിലും ഒന്നും തന്നെ ഫലവത്തായില്ല. ജയിലിൽ വന്ന് ജയിലിൽ അടയ്ക്കപ്പെട്ടതിന് ശേഷമാണ്, അതായത് ഈ ഒരു നിമിഷപ്രിയയും കൂട്ടുകാരിയെയും ജയിലിൽ അടയ്ക്കപ്പെട്ടതിന് ശേഷമാണ് ഈ ഒരു നിമിഷപ്രിയയ്ക്ക് തൻ്റെ വീട്ടുകാരുമായിട്ടും ഹസ്ബൻഡുമായിട്ടും ഒന്ന് സംസാരിക്കാനുള്ള അവസരം കിട്ടിയത്. അപ്പോഴാണ് എല്ലാ കഥകളും തൻ്റെ ഭർത്താവായിട്ടുള്ള ഈ ഒരു ടോമി തോമസിനോട് നിമിഷപ്രിയ പറയുന്നത്.
നിമിഷപ്രിയ യമനിൽ തുടങ്ങിയ ഈയൊരു ക്ലിനിക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ വിജയം ആവുകയും ചെയ്തു. അതിലൂടെ നല്ല വരുമാനം വരികയും ചെയ്തു. എന്നാൽ ഈ ഒരു സമയത്താണ് പെട്ടെന്ന് തന്നെ യമനിൽ ഒരു യുദ്ധ കാലഘട്ടം എത്തി. അതിൻ്റെ പേരിൽ കുറേയധികം പ്രശ്നങ്ങൾ ഈ ഒരു ക്ലിനിക്കുമായിട്ടും നിമിഷപ്രിയയുമായിട്ടും ഒക്കെ ബന്ധപ്പെട്ട് വന്നു തുടങ്ങി. അപ്പോൾ നിമിഷപ്രിയയ്ക്ക് നാട്ടിലേക്ക് വരാം എന്നുള്ള ഒരു ചിന്തയിലായിരുന്നു. പക്ഷേ താൻ സമ്പാദിച്ചതെല്ലാം ഈ ഒരു ക്ലിനിക്കിന് വേണ്ടി മുടക്കിയത് കൊണ്ട് ഇത് ഇട്ടെറിഞ്ഞ് പെട്ടെന്ന് നാട്ടിൽ പോകാനുള്ള ഒരു മനസ്സ് അവർക്കുണ്ടായിരുന്നില്ല. അവർ എങ്ങനെയും യമനിൽ തന്നെ പിടിച്ചു നിൽക്കണം, തൻ്റെ ക്ലിനിക്കിലൊന്നും പറ്റരുത്, ക്ലിനിക്കുമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള ചിന്തയിൽ തന്നെ എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെ എത്തി. ക്ലിനിക്കിൻ്റെ ഈ ഒരു അതിവേഗത്തിലുള്ള ഈ ഒരു വളർച്ച കണ്ടിട്ട് തലാൽ അതിലൊരു കണ്ണു വെച്ചു. തലാലിന് എങ്ങനെയും ഈ ഒരു ക്ലിനിക്കിൻ്റെ ഷെയർ വേണം, അതായത് ക്ലിനിക്കിൻ്റെ വരുമാനങ്ങൾ തൻ്റെ പേരിൽ തനിക്കായിട്ട് വരണം എന്നുള്ളൊരു ചിന്തയിലെത്തി ഈ ഒരു തലാൽ. അത് എങ്ങനെയും തൻ്റെ പേരിലാക്കി എടുക്കാനായിട്ട് തലാൽ ഒരു വഴിയും കണ്ടുപിടിച്ചു. അങ്ങനെ ദിവസങ്ങളൊക്കെ കടന്നുപോയി. ഒരു ദിവസം തനിക്ക് വരേണ്ടിയിരുന്ന നിമിഷപ്രിയയ്ക്ക് വരേണ്ടിയിരുന്ന ഷെയർ തൻ്റെ അക്കൗണ്ടിൽ എത്താത്തതിനെ തുടർന്ന് ക്ലിനിക്കിൻ്റെ മാനേജറിനെ പോയി കണ്ടപ്പോൾ മാനേജറാണ് പറഞ്ഞത്, നിങ്ങളുടെ ഭർത്താവിൻ്റെ അക്കൗണ്ടിലേക്ക് ഞാൻ ആ ഒരു ക്യാഷ് ഇട്ടിട്ടുണ്ട്, ഭർത്താവാണ് അങ്ങനെ ഇടാൻ വേണ്ടി പറഞ്ഞത് എന്ന്. അപ്പോൾ നിമിഷപ്രിയ ഒരു വട്ടം ഒന്ന് സ്തംഭിച്ചു പോയി. നാട്ടിലുള്ള തൻ്റെ ഭർത്താവ് ഇവിടെ കോണ്ടാക്ട് ചെയ്ത് അങ്ങനെ പറഞ്ഞോ എന്നുള്ള ഒരു കാര്യത്തിൽ അവർക്ക് നല്ല സംശയം വന്നു. അപ്പോൾ അവരത് മാനേജറോട് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ മാനേജർ പറഞ്ഞത് തലാലാണ് ഇങ്ങനെ പറഞ്ഞത്, അപ്പോൾ ഞാൻ തലാലിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഈ ഒരു ക്യാഷ് ഇട്ട് കൊടുത്തത് എന്നാണ് പറഞ്ഞത്. ഇത് കേട്ടതും നിമിഷപ്രിയ ഒന്ന് ഞെട്ടിപ്പോയി. നിമിഷപ്രിയ ഉടനെ തന്നെ തലാലിനെ പോയി കാണുകയും അതിൻ്റെ പേരിൽ തലാലിനോട് ചോദ്യം ചെയ്യുകയും അങ്ങനെ അവിടെ ഒരു പ്രശ്നമാവുകയും ഒക്കെ ചെയ്തിരുന്നു. അങ്ങനെ തലാല് പല രീതിയിലും നിമിഷപ്രിയയെ ഉപദ്രവിക്കാനൊക്കെ തുടങ്ങി. അതായത് അയാളുടെ മനസ്സിൽ എങ്ങനെയും ഈ ഒരു ക്ലിനിക്കിൽ നിന്നുണ്ടാകുന്ന സമ്പാദ്യവും തൻ്റെ പേരിൽ മാത്രം വരണം എന്നുള്ളൊരു ചിന്താഗതിയായി ഈ ഒരു തലാല് കൂടെ നിന്ന് ചതിച്ചു എന്ന് തന്നെ പറയാം. അങ്ങനെ ഈ ഒരു പ്രശ്നം നിമിഷപ്രിയ പോലീസിൽ കേസ് കൊടുത്തു തലാലിൻ്റെ പേരിൽ. പക്ഷേ അവിടെ വെച്ചുള്ള പോലീസ് രണ്ടുപേരെയും കൂടി അറസ്റ്റ് ചെയ്തു. അപ്പോൾ രണ്ടുപേരും ഉള്ളിൽ കടന്നപ്പോൾ നിമിഷപ്രിയയ്ക്ക് വീണ്ടും സഹായമായി എത്തിയത് ഈ ഒരു തലാൾ തന്നെയാണ്. പക്ഷേ അയാൾ അവിടെ ഒരു അതിബുദ്ധി കാണിച്ചു. അതിബുദ്ധി എന്നല്ല, അയാൾക്ക് ഫേവറാക്കി എടുത്തു. അതായത് നിമിഷപ്രിയ തൻ്റെ ഭാര്യയാണെന്നുള്ള ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അത് കോടതിയെ ബോധിപ്പിച്ച് അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും പുറത്തിറങ്ങി. അപ്പം ഈ ഒരു തലാലിന് നിമിഷപ്രിയയുടെ മേലെ ഉള്ള ആധിപത്യം ഒന്നും കൂടി കടുപ്പിച്ചു. അതായത് നിമിഷപ്രിയയുടെ താമസിക്കുന്ന വീട്ടിൽ ഇയാൾ മദ്യപിച്ച് ചെല്ലുകയും ഫ്രണ്ട്സുമായിട്ട് ചെല്ലുകയും ഫ്രണ്ട്സിനോട് നിമിഷപ്രിയയോട് കിടക്ക പങ്കിടാൻ പറയുകയും ക്രൂരമായിട്ടുള്ള പീഡനങ്ങൾ അങ്ങനെ പലതും നിമിഷപ്രിയയ്ക്ക് അനുഭവിക്കേണ്ടി വന്നു. ഒട്ടും സഹിക്കാൻ വയ്യാതെയാകുമ്പോൾ നിമിഷപ്രിയ ആ വീട്ടിൽ നിന്നും ഇറങ്ങി ഓടി തെരുവുകളിലൂടെ നടന്ന് പോയിക്കൊണ്ടിരുന്ന പല രാത്രികളും കഴിച്ചു കൂട്ടിയിരുന്ന ദിവസങ്ങൾ വരെ ഉണ്ടായിരുന്നു നിമിഷപ്രിയയ്ക്ക്. ഇതൊക്കെ ഭർത്താവിനോട് ആ ഒരു ജയിലിൽ കിടന്ന് ഫോൺ കോളിലാണ് എല്ലാ കാര്യങ്ങളും നിമിഷപ്രിയ പറയുന്നത്. അങ്ങനെ തലാൽ തന്നെ എങ്ങനെയും ജീവിക്കാൻ സമ്മതിക്കില്ല എന്നുള്ളൊരു ഘട്ടത്തിലെത്തിയപ്പം ഈ ഒരു തലാലിനെതിരെ വീണ്ടും നിമിഷപ്രിയ കേസ് കൊടുക്കുകയുണ്ടായി. പക്ഷേ അപ്പോഴേക്കും ഈ ഒരു തലാലിൻ്റെ സ്വാധീനവും എല്ലാം കാരണം ഈ ഒരു പോലീസുകാർ പോലും നിമിഷപ്രിയയ്ക്കെതിരായി തലാലിന് അനുയോജ്യമായിട്ട് കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് കണ്ടപ്പോൾ നിമിഷപ്രിയയ്ക്ക് ഇനി ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും, തൻ്റെ ക്ലിനിക്ക് എങ്ങനെ തനിക്ക് വിട്ടുകിട്ടും എന്നുള്ള ചിന്തയിലായിരുന്നു. അങ്ങനെയാണ് ആ ഒരു ജയിലിലെ വാർഡൻ ഒരു ഐഡിയ കൊടുക്കുന്നത്. അതായത് ഈ ഒരു തലാലിനെ എവിടെയെങ്കിലും കെട്ടിയിട്ടോ ഇല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് അയാളുടെ ബോധം ഒന്ന് മറയുന്ന പോലെ എന്തെങ്കിലും ചെയ്ത് അയാളിൽ നിന്നും തൻ്റെ പാസ്പോർട്ട് എടുത്തുകൊണ്ട് ഇവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നതായിരിക്കും ബുദ്ധി എന്നാണ് ഈ ഒരു വാർഡൻ നിമിഷപ്രിയയ്ക്ക് കൊടുത്ത ഉപദേശം. നിമിഷപ്രിയയും അതൊരു വട്ടം ചിന്തിച്ചു. അത് തന്നെയാണ് നല്ലത്. കാരണം ഇത്രയും പീഡനങ്ങൾ അനുഭവിച്ച് എനിക്കിനി എന്തായാലും ഇവിടെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ള കാര്യം നിമിഷപ്രിയയ്ക്കും ബോധ്യപ്പെട്ടു. അങ്ങനെ നിമിഷപ്രിയ അതൊന്നും ചെയ്തു നോക്കാം, പരീക്ഷിച്ച് നോക്കാം എന്നുള്ള ചിന്തയിലായിരുന്നു.
അങ്ങനെ തലാലിൻ്റെ ഈ ഒരു പീഡനങ്ങളെല്ലാം കൂടി വന്നപ്പം നിമിഷപ്രിയ ആ ഒരു വാർഡൻ പറഞ്ഞു തന്ന കാര്യം തന്നെ ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഇയാൾ കഴിക്കുന്ന മദ്യത്തിൽ ഇയാൾ ബോധം കെട്ട് പോകാനുള്ള ഒരു ഗുളിക ചേർത്ത് കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഓൾറെഡി ഈ ഒരു മദ്യവും ലഹരിയും എല്ലാം ഉപയോഗിക്കുന്ന ആളായതുകൊണ്ട് ആദ്യത്തെ ഡോസ് അയാൾക്കൊന്നും തന്നെ ചെയ്തില്ല, അയാളെ മയങ്ങിപ്പോകുകയൊന്നും ചെയ്തില്ല. അതുകൊണ്ട് അവർ സെക്കൻഡ് ഒന്നും കൂടി ഒരു ടാബ്ലറ്റും കൂടി കൊടുത്തു നോക്കി. ആക്ച്വലി ഓവർഡോസ് ആയി പോവുകയും പെട്ടെന്ന് തന്നെ തന്നാല് തറയിലേക്ക് വീണ് മരിച്ചു പോവുകയാണ് ചെയ്തത്. ഇയാൾ വീണ് കിടക്കുന്നത് കണ്ട് നിമിഷപ്രിയ വന്ന് പൾസ് ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ നേഴ്സായ നിമിഷപ്രിയയ്ക്ക് മനസ്സിലായി തലാല് മരിച്ചുപോയി എന്ന്. അവർ അവിടെ നിന്ന് എന്താ ചെയ്യുന്നതെന്ന് അറിയാതെ വെപ്രാളപ്പെട്ട് നിൽക്കുന്ന സമയത്താണ് തൻ്റെ വീടിൻ്റെ തൊട്ട് താഴെ ഉണ്ടായിരുന്ന വേറൊരു നേഴ്സായ തൻ്റെ ഫ്രണ്ടായ ഹനാനെ വിളിക്കുന്നതും ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിമിഷപ്രിയയ്ക്ക് എന്ത് ചെയ്യണം എന്നറിയാതെ മരവിച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയിൽ ഹനാൻ പറഞ്ഞു, ഈയൊരു മരണവിവരം ഇപ്പം ആരും അറിഞ്ഞിട്ടില്ല, നമുക്ക് ഇയാളുടെ ഈ ഒരു തലാലിൻ്റെ ബോഡി എങ്ങനെയും ആരും അറിയാതെ മറവ് ചെയ്താൽ നമുക്ക് ഇവിടുന്ന് പെട്ടെന്ന് തന്നെ രക്ഷപ്പെട്ടു പോകാം എന്നുള്ളൊരു കാര്യം ഈ ഒരു ഹനാനാണ് നിമിഷപ്രിയയ്ക്ക് ഇങ്ങനെ ഒരു ഐഡിയ കൊടുക്കുന്നതും. ഹനാൻ തന്നെയാണ് ഈ ഒരു തലാലിൻ്റെ ബോഡി ക്ലിനിക്കിൽ കൊണ്ടുപോയി ഫുള്ളായിട്ട് സർജിക്കൽ ബ്ലേഡ് കൊണ്ട് മുറിച്ച് കഷ്ണങ്ങളാക്കിയിട്ട് എവിടെ നിക്ഷേപിക്കും എന്നുള്ള സംശയത്തിൽ അവർ വാട്ടർ ടാങ്കിൽ കൊണ്ടുപോയി നിക്ഷേപിക്കുകയാണ് ചെയ്തത്. ഈ ഒരു നിമിഷപ്രിയ ആവർത്തിച്ച് പറയുന്നുണ്ട് താൻ ഈ ഒരു കൊലപാതകം മരിച്ചു പോകണം എന്ന് വിചാരിച്ച് ചെയ്തതല്ല, തന്നെ അത്രയധികം ക്രൂരമായിട്ട് പീഡിപ്പിച്ച ഒരാളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ അയാളെ ഒന്ന് മയക്കി കെടുത്താൻ വേണ്ടിയിട്ട് മാത്രമേ നോക്കിയിരുന്നുള്ളൂ. പക്ഷേ നിർഭാഗ്യവശാൽ അയാൾ മരിച്ചു പോവുകയാണ് ചെയ്തത്. അതും പിന്നെ ഈ ഒരു ഡെഡ് ബോഡി താൻ നല്ല കഷ്ണങ്ങളാക്കി മുറിച്ചതും അവർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് കോടതിയോട് പറയുന്നുണ്ട്. പക്ഷേ കോടതി ഇതൊന്നും ചെവിക്കൊണ്ടില്ല. നിമിഷപ്രിയയ്ക്ക് വധശിക്ഷയാണ് വിധിച്ചത്. കൂടെ നിന്നിരുന്ന കൂട്ടുകാരിയായിട്ടുള്ള പ്രതിക്ക് ജീവപര്യന്തവും കോടതി വിധിച്ചു. ആക്ച്വലി അവിടെ നല്ലൊരു വക്കീലിനെ വെച്ചിരുന്നെങ്കിൽ ഈ ഒരു തലാൽ തന്നെ പീഡിപ്പിച്ചതും തലാലിൻ്റെ കയ്യിലിരിക്കുന്നത് ഒരു ഫേക്ക് സർട്ടിഫിക്കറ്റ് ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിമിഷപ്രിയയ്ക്ക് നല്ല രീതിയിൽ അവിടെ ഒരു വക്കീലുണ്ടായിരുന്നെങ്കിൽ വാദിച്ച് അവിടെ നിന്നും ജയിലിൽ മോചിതയാവാൻ പറ്റുമായിരുന്നു. പക്ഷേ അറബി അറിയാതിരുന്ന ഈ ഒരു നിമിഷപ്രിയയ്ക്ക് അവിടെയെല്ലാം പാളിപ്പോയി. പിന്നെ ഈ ഒരു കേരള ഗവൺമെൻറ് ഈ ഒരു കേസ് ഒരു വക്കീലിന് കൊടുത്തപ്പോഴേക്കും അത് യമനിലേക്ക് ഇയാൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയായി. കാരണം കൊറോണയും കാര്യങ്ങളും എല്ലാം വന്നതുകൊണ്ട് അവിടേക്ക് ആൾക്കാരെ കടത്തിവിടാതെ ആയപ്പം അവിടെയും ദൈവം തന്നെ നിമിഷപ്രിയയെ കൈയൊഴിഞ്ഞു എന്ന് വേണം പറയാനായിട്ട്. ഈ യമനിൽ ഈ ഒരു യുദ്ധ അന്തരീക്ഷം സൃഷ്ടിക്കുന്നത് ഹൂതികൾ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വിഭാഗക്കാരാണ്. എങ്കിൽ കൂടി ഇറാൻ്റെ ഗവൺമെൻറ്റിൻ്റെ അടിയിലാണ് ഈ ഒരു യമൻ നടന്നു വരുന്നത്. യമൻ സർക്കാർ ഇറാൻ്റെ കീഴിലാണുള്ളത്. അതുകൊണ്ട് തന്നെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യക്ക് ഇറാൻ സർക്കാർ നൽകിയ ഒരു വാക്ക് പാലിക്കുകയാണെങ്കിൽ ഈ ഒരു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാതെ പോവുകയും നിമിഷപ്രിയയ്ക്ക് ജീവനോടെ നാട്ടിലെത്താൻ പറ്റും എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട്. അത് മുന്നോടിയായിട്ട് ഈ ഒരു ബ്ലഡ് മണി, അതായത് ഈ ഒരു വധശിക്ഷ നടപ്പിലാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു തലാലിൻ്റെ കുടുംബം എത്ര രൂപയാണോ ചോദിക്കുന്നത് അത്രയും രൂപ ഈ ഒരു നിമിഷപ്രിയയ്ക്ക് കൊടുക്കാൻ പറ്റിയാൽ അത് യമൻ കോടതിക്ക് ബോധ്യപ്പെട്ടാൽ നിമിഷപ്രിയ അങ്ങനെയും ഈ ഒരു വധശിക്ഷയിൽ നിന്നും രക്ഷിച്ചെടുക്കാൻ പറ്റും. പക്ഷേ അതിനു വേണ്ടിയിട്ടും ആളുകൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഈ ഒരു നിമിഷപ്രിയയുടെ കുടുംബത്തിനും തലാലിൻ്റെ കുടുംബത്തിനും ഒന്ന് മീറ്റ് ചെയ്യാനോ ഒന്ന് സംസാരിക്കാനോ ഉള്ള അവസരം ഇതുവരെ ഉണ്ടായിട്ടില്ല. എല്ലാം ഒരു അവിടുന്നും ഇവിടുന്നുള്ള അറിവുകൾ മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവർ തമ്മിൽ ഇതുവരെ കണ്ടിട്ടോ സംസാരിച്ചിട്ടോ ഇല്ല. ഒരു പക്ഷേ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, ഇപ്പം പെരുമഴക്കാലം എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. മരിച്ചുപോയ, അതായത് കൊല്ലപ്പെട്ട വ്യക്തിയുടെ വീട്ടിലുള്ളവർ മാപ്പ് കൊടുത്താൽ ഈ ഒരു അറബ് രാജ്യങ്ങൾക്ക് അതൊരു വലിയൊരു വില തന്നെയാണ്. അതുകൊണ്ട് അങ്ങനെ തലാലിൻ്റെ കുടുംബം മാപ്പ് കൊടുക്കുകയാണെങ്കിൽ നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പാക്കാതെ കോടതി നിമിഷപ്രിയയെ വെറുതെ വിടാനുള്ള ചാൻസുകൾ ഏറെയാണ്. അപ്പം എന്തായാലും
നിമിഷപ്രിയയ്ക്ക് ഇനി 3 ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഈ ഒരു വ്യാഴാഴ്ചയാണ് കോടതി പറഞ്ഞിട്ടുള്ള വധശിക്ഷയുടെ ദിവസം. അപ്പം എന്തെങ്കിലും അത്ഭുതങ്ങൾ ദൈവം പ്രവർത്തിക്കട്ടെ, അങ്ങനെ ആ ഒരു നിമിഷപ്രിയയുടെ വധശിക്ഷ നടപ്പിലാക്കാതെ ഇരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോട് കൂടിയിട്ട് ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് കയറി നോക്കി വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയണം. താങ്ക് യു.